നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കേരള NMC വെരിഫിക്കേഷൻ. അതായത് NMCയിൽ ഒരാൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാൾ കേരളത്തിലാണ് പഠിച്ചതെങ്കിൽ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ അതിൽ പറയും, നമ്മുടെ NMC, UK NMC. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ നേഴ്സിങ്ങിൻ്റെ ജനറൽ നേഴ്സിംഗ് അല്ലെങ്കിൽ BSc നേഴ്സിംഗ് ആണോ പഠിച്ചിരിക്കുന്നത്, അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. പിന്നെ നമ്മുടെ SSLC ബുക്ക്, പിന്നെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ. അപ്പോൾ അത് ജനറൽ നേഴ്സിംഗ് ആണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി ആണെങ്കിൽ BSc നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്, അതാണ്. പിന്നെ ലാസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ്, ഇന്ത്യയിലെ ലാസ്റ്റ് വർക്ക് എക്സ്പീരിയൻസിൻ്റെ അതില്ലാത്തവർ നമുക്ക് പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വയ്ക്കുക. ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വയ്ക്കാൻ പറ്റില്ലാത്തവരും കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വയ്ക്കുക. പിന്നെ റിക്വസ്റ്റ് ലെറ്ററാണ് വേണ്ടത്. ഇപ്പോൾ റിക്വസ്റ്റ് ലെറ്റർ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ഇതുള്ളൂ. അപ്പം നമ്മൾ അതായത് കേരള നേഴ്സിംഗ് കൗൺസിൽ ടു കേരള നേഴ്സിംഗ് കൗൺസിൽ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തേർഡ് പാർട്ടി വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റാണ് പറഞ്ഞിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പറും നമ്മൾ ഏത് ഇയറാണോ പാസ് ഔട്ടായത് അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കിയാണ് റിക്വസ്റ്റ് ലെറ്റർ വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ പാസ്പോർട്ട് കോപ്പി. അപ്പോൾ ഇത് നമുക്ക് വരണത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏജൻസി വഴിയാണ് നമ്മൾ പോകണമെങ്കിൽ ഒരു 3100 സ്റ്റാൻഡേർഡ് റേറ്റ് ഏജൻസി ഈടാക്കും. നേരിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ അത് ചെല്ലാനടച്ചിട്ട് 2000 രൂപയ്ക്ക് ഉള്ളിൽ ഈ NMCയുടെ വെരിഫിക്കേഷനുള്ള ഇത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ NMCയുടെ ഈ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.